നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾക്കും മറ്റൊരധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങളും നക്ഷത്രങ്ങളുടെ പ്രഭാവവും നമ്മൾ ഓരോരുത്തരുടെയും നിത്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കൃത്യമായി പ്രവചിക്കുന്ന ഈ ഒരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പ്രവചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജ്യോതിഷപരമായും അതേപോലെ ജാതകപരമായുമുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് സേവനം കൂടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ, ഉദ്യോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോലി, വിവാഹം അല്ലെങ്കിൽ വിവാഹപ്പൊരുത്തം, വിദേശയാത്ര, ബിസിനസ്സിലെ തകർച്ച അല്ലെങ്കിൽ കുടുംബത്തിൽ നിലനിൽക്കുന്നതായ അശാന്തി തുടങ്ങി നിങ്ങൾ ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നതായ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കൃത്യമായ ജാതക വിശകലനത്തിലൂടെ മറുപടി നൽകുന്നതാണ്. അതിനായിട്ട് ഈ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങളുടെ ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലം എന്നിവയൊക്കെ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. അപ്പോൾ ജാതകം കൃത്യമായി പരിശോധിച്ച് നിങ്ങൾക്കുള്ള മറുപടിയും ചെയ്യേണ്ട പരിഹാരങ്ങളുമൊക്കെ ഞങ്ങൾ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ 1202 ചിങ്ങമാസം 5-ാം തീയതിയാണ് 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ദിവസം. സൂര്യൻ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പുണ്യമാസം കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ നക്ഷത്രമാറ്റങ്ങളെക്കുറിച്ചും ആകാശത്തിൽ രൂപപ്പെടുന്ന ഗ്രഹങ്ങളുടെ വിന്യാസത്തെക്കുറിച്ചുമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി നാളെ ഗ്രഹവിന്യാസ നിമിത്തം അമൃതയോഗവും മഹാഭാഗ്യവും ഒക്കെ കുറച്ച് നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. അപ്പോൾ വള്ളി തെറ്റാതെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. നാളത്തെ ദിവസം എന്തൊക്കെയാണ് ഫലങ്ങൾ വന്നു ചേരുക എന്ന്. നാളെ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ചയാണ്. സൂര്യോദയ സമയത്ത് ആകാശത്ത് അനിഴം നക്ഷത്രമായിരിക്കും. ഇന്നേ ദിവസം മുതൽ അനിഴം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച രാവിലെ 9:08 തന്നെ അനിഴം നക്ഷത്രം ആരംഭിച്ചിട്ടുണ്ട്. ഇത് വെള്ളിയാഴ്ചയായ നാളെ ഒരു 11:53 വരെ അനിഴം നക്ഷത്രമായിരിക്കും ആകാശമണ്ഡലത്തിൽ തുടരുന്നത്. അതിനുശേഷമായിരിക്കും നാളെ 11:53 ശേഷം അടുത്ത നക്ഷത്രത്തിൻ്റെ വരവ് തുടങ്ങുക. അതായത് തൃക്കേട്ട നക്ഷത്രം നാളെ ആരംഭിക്കുന്നുണ്ട്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അനിഴം. ഇതിൻ്റെ അധിപൻ ശനിദേവനാണ്. 11:53 ശേഷം തൃക്കേട്ട നക്ഷത്രമാണ് തുടങ്ങുന്നത്. കൂടാതെ നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. ലക്ഷ്മി ദേവിയുടെ ഏറ്റവും കൂടുതൽ കടാക്ഷം നമ്മളിലേക്ക് വന്നു ചേരാനായിട്ട് വളരെയധികം ഭാഗ്യമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയ്ക്കൊരു 12 മണിക്ക് മുൻപ് ചെയ്യുന്ന കാര്യങ്ങൾ അനിഴ നക്ഷത്രത്തിൻ്റെ ഗുണത്തിലായിരിക്കും വരുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പ്രഭാവത്തിലുമായിരിക്കും വന്നു ചേരുക എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക. നാളത്തെ രാഹുകാലം വരുന്നത് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ സമയമുണ്ടല്ലോ, പ്രധാനപ്പെട്ട ഒരു ശുഭകാര്യങ്ങൾക്കും അനുയോജ്യമല്ല, വർജിക്കേണ്ടതാണ്. അതുകൂടി ഒന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് നാളത്തെ ദിവസം എവരും കാത്തിരിക്കുന്ന ആ 12 രാശികളുടെയും ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണമായ നാളത്തെ ദിവസഫലം നമുക്കൊന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളെ അല്പം ഒരു മിശ്ര ഫലമായിരിക്കും വരുന്നത്. അതായത് നാളെ രാവിലെ അല്പ തടസ്സങ്ങളൊക്കെ നേരിടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ 11:53 ശേഷമുള്ള സമയം അനുകൂലമാകും കാര്യങ്ങളൊക്കെ. അശ്വ നക്ഷത്രക്കാർക്കാണെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വൈകുന്നേരം വരെ ഒന്ന് കാത്തിരിക്കുന്നത് നാളെ ഉത്തമമായിരിക്കും. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിൽ നാളത്തെ ദിവസം സാമ്പത്തിക ഇടപാടുകൾക്ക് കടം കൊടുക്കുന്ന ഏർപ്പാടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഉത്തമമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ കർമ്മവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ പിന്തുണ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നാളെ ഗുണവും ദോഷവും ഒരേപോലെ സമ്മിശ്രമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും മേടം രാശിക്കാർക്ക്. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശിക്കാർക്കാണെങ്കിൽ നാളെ വളരെയധികം സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. വിദേശത്ത് നിന്ന് ചില നല്ല വാർത്തകളൊക്കെ വിദേശത്ത് നിന്ന് തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് നാളെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ദിവസമാണ്. അതേപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നാളെ അനുകൂലമായി വരുന്ന ദിവസമായിരിക്കും ഇടവം രാശിക്കാർക്ക്.
മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്കാണെങ്കിൽ നാളെ ആരോഗ്യപരമായി അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായ ദിവസമാണ്. കൂടാതെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിലേക്ക് നാളെ പോകാതിരിക്കാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടുകെട്ട് കൂടിയിട്ട് എവിടെയെങ്കിലും യാത്ര പോകാമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നാളത്തെ ദിവസം ഒന്ന് മാറ്റിവെക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം യാത്രയിൽ ചില സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാലാണ് ചിലവുകൾ വർദ്ധിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ നാളെ പ്രത്യേകം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ദിവസമാണ്. ശത്രുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം പൂർണ്ണമായി ദോഷമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മത വരുത്താനായിട്ട് നാളത്തെ ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പുണർദം, പൂയം, ആയില്യം കർക്കിടകൻ രാശിക്കാർക്കാണെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയത് തിരികെ വന്നു ചേരുന്ന ദിവസമാണ്. ഈശ്വരാധീനം കൂടുതലായിട്ട് നാളെയുണ്ട്. നാളത്തെ ദിവസം പോയി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ശുഭമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. മക്കളുടെ കാര്യത്തിൽ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനോവിഷമങ്ങളൊക്കെ മാറി, ആശങ്കകളൊക്കെ മാറും. പുതിയ വീട് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടക്കാൻ സാധ്യത നാളെ കാണുന്നുണ്ട്. കൂടാതെ ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നതായ ചില കാര്യങ്ങളും നാളത്തെ ദിവസം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. മകം, പൂര, ഉത്രം ചിങ്ങം രാശിക്ക് സൂര്യൻ സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനാൽ തന്നെ ചിങ്ങം രാശിക്കാർക്ക് ആത്മവിശ്വാസം വളരെ വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ. എങ്കിൽ പോലും കോപത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് ഉത്തമമായിരിക്കും. കർമ്മമേഖലയിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ചില സാമ്പത്തിക സഹായങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, പങ്കാളിത്ത ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അനുകൂലമായ ഒരു സമയം ദിവസമായിരിക്കും. ലാഭമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നാളെ നിങ്ങൾക്ക് സാധിക്കും. ഉത്രം, അത്തം, ചിത്തിര കന്നിരാശിക്കാർക്കാണെങ്കിൽ കാര്യവിജയത്തിൻ്റെ ദിവസമാണ് നാളെ. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഏതുമായിക്കൊള്ളട്ടെ കൃത്യമായി ചെയ്യാനൊരു അതുവഴി ഒരു സമാധാനം, സന്തോഷം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ ലഭിക്കും. അതായത് വിസയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാത്തിരുന്നതായ ചില പേപ്പറുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ശുഭകരമായ ഒരു ദിവസം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ നിങ്ങൾക്ക്. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്കാർക്ക് ചിലവുകൾ അല്പം കൂടുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ വരുമാനവും ഉണ്ടാകുമെങ്കിൽ പോലും ചിലവും വരവും ഒരേപോലെ നിൽക്കും എന്ന് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അവസരങ്ങളൊക്കെ വന്നു ചേരും. പങ്കാളിയുമായിട്ട് എന്തെങ്കിലും ഭിന്നത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി നഷ്ടപ്പെട്ട ഒരു പ്രണയവും സ്നേഹവും ഒക്കെ തിരിച്ചു വരും. ബിസിനസ്സിലാണെങ്കിലും അപ്രതീക്ഷിത ലാഭം കൊയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്കാണെങ്കിലും നാളെ ചന്ദ്രൻ നിങ്ങളുടെ ഉച്ചരാശിയിലാണ് വരുന്നത്. കൂടാതെ നിങ്ങളുടെ നക്ഷത്രമായ അനിഴത്തിൻ്റെ സ്വാധീനമാണല്ലോ നാളെ ഉച്ച വരെ വരുന്നത്. അതിനാൽ തന്നെ മാനസികമായ അസ്വസ്ഥതകളൊക്കെ മാറുന്നതാണ്. കൂടാതെ ആഗ്രഹിച്ച കാര്യം, നാളത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനുണ്ട്. പേടിക്കേണ്ട, നാളെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. ദൂരെ യാത്ര പോകുന്ന വൃശ്ചികൻ രാശിക്കാരാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നാളത്തെ ദിവസം നേട്ടം സ്വന്തമാക്കാനായിട്ടും സാധിക്കും. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അല്പം തടസ്സങ്ങളൊക്കെ ഉള്ളൊരു ദിവസം എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. പുതിയതായിട്ട് എന്തെങ്കിലും നിക്ഷേപങ്ങൾ തുടങ്ങുന്നുണ്ട്, ഒരു അക്കൗണ്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ചിട്ടിയിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കണം, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങണം, സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നാളെ കഴിവതും ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഉത്തമമായിരിക്കും. സഹോദരങ്ങളുമായിട്ട് ഒന്നും വാക്ക് തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്താണെങ്കിൽ നാളെ അല്പം അധിക ചുമതലകളൊക്കെ വരാനും 5 മണിക്ക് ജോലിയിൽ നിന്ന് പോരുന്ന സമയമാണെങ്കിൽ കുറച്ചു നേരം കൂടി വർക്ക് ഓവർലോഡായിട്ട് വരാനൊക്കെയുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. ഒരു ദിവസത്തെ ഫലമാണ് പറയുന്നത്, അല്ലാതെ ഒരുപാട് കാര്യത്തെ ഫലമല്ല പറയുന്നത്. അതുകൊണ്ട് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ആരോഗ്യകാര്യങ്ങളിലും അലഭാവം പാടില്ല. ജോലി ചെയ്യണം, അത് അങ്ങനെ തന്നെയാണെങ്കിലും കൃത്യമായി ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിക്കുക. ജോലിയേക്കാൾ വലുത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ പ്രധാനം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. ജോലി ചെയ്താലേ സമ്പാദിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഇവിടെ ആരോഗ്യത്തിന് ഈ ഇടയായിട്ട് അല്പം ഒരു പരിഗണന കൊടുക്കാത്തൊരവസ്ഥ പോലെയുണ്ട്. അപ്പോൾ ആ അവസ്ഥ ഒന്ന് മാറ്റുക, കൃത്യമായി മരുന്ന് കഴിക്കുക, ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് നാളത്തെ ദിവസം മുന്നോട്ട് പോവുക. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരൻ രാശിയുടെ കാര്യത്തിലേക്ക് വന്നാലും നാളെ അല്പം സമ്മിശ്ര ഫലമാണ്. അതായത് പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ട്. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായ ചില മറുപടികളൊക്കെ വരാനും ഭാഗ്യം കാണുന്നുണ്ട്.
അതേപോലെ ചില കടബാധ്യതകൾ ഒരു പരിധി വീട്ടാനൊക്കെ സാധിക്കുന്ന ഒരു വരുമാന മാർഗമൊക്കെ വന്നു ചേരും. ചില വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. എങ്കിൽ പോലും എന്തോ ഒരു പ്രതീക്ഷിച്ച കാര്യം കിട്ടിയില്ല എന്നൊരു തോന്നൽ നമ്മൾ വരാറില്ല. എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും എന്തോ ഒരു നഷ്ടം പോലെ അങ്ങനെ തോന്നുന്നതായ ഒരു ദിവസം കൂടിയായിരിക്കും. ചുറ്റുമുള്ളവർക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർണ്ണ സന്തുഷ്ടനാണ് എന്ന് വിചാരിച്ചാലും എന്തോ ചെറിയൊരു മിസ്സിങ് നമുക്ക് തോന്നുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണെന്നിട്ട് നമുക്ക് അങ്ങോട്ട് അറിയുന്നതുമില്ല. അങ്ങനെ ഒരു ദിവസമായിരിക്കും. പൂർണ്ണമായ ശുഭമാണ് എങ്കിൽ പോലും എന്തോ സംതിങ് ഒരു മിസ്സിങ് തുടങ്ങുന്നത് പോലെയുള്ള ഒരു ദിവസമായിരിക്കും. ചില സമ്മാനാദി കാര്യങ്ങളൊക്കെ ലഭിക്കാൻ അത് ഒരുപാട് സന്തോഷത്തിന് വക, ചിലപ്പോൾ ഒരു ഓണക്കോടിയാകാം. ഏതായാലും ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം കാണുന്നുണ്ട്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശിക്കാണെങ്കിൽ അനുകൂലമായൊരു ദിവസമാണ് നാളെ. ഭാഗ്യം കൂടെ തുണയായിട്ടുണ്ടാകുന്ന ഒരു ദിവസമാണ്. കർമ്മവുമായി ബന്ധപ്പെട്ട പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക നേട്ടം ഉണ്ടാകും, അംഗീകാരങ്ങൾ വന്നു ചേരും. ചില ഉന്നത വ്യക്തിത്വങ്ങളുമായി, അത് ചില നിങ്ങൾ ഒരുപാട് നാളായിട്ട് അവരെ കാണണം, അല്ലെങ്കിൽ അവരെ മിണ്ടണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോൺ നമ്പർ കിട്ടി സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില ഉന്നതരായ ഒരുപാട് അറിവുള്ള, അല്ലെങ്കിൽ അവരുടേതായ ശിക്ഷണത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകളിൽ നിന്ന് സൗഹൃദമൊക്കെ സ്ഥാപിക്കാനൊക്കെ സാധിക്കുന്നതായ ഒരു ദിവസം കൂടിയാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനം രാശിക്കാർക്കും ഭാഗ്യദായകമായ സുദിനം തന്നെയാണ്. ആത്മീയ കാര്യങ്ങൾ ഒരു താല്പര്യം തോന്നും. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷേത്രത്തിലൊന്ന് പോയാലോ എന്നൊക്കെ തോന്നും. ആ തോന്നുന്നത് ആ നിമിഷം തന്നെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നാളെ ഒരു ആത്മീയമായ ഒരു വിളി ഉണ്ടാകുമെന്നാണ്, അതിൻ്റെ ഭഗവാനിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. എവിടെയോ തടസ്സപ്പെട്ട് കിടന്ന ധനമുണ്ട്, അത് ചിലപ്പോൾ ജോലിയുടെ കിട്ടാതിരുന്ന ധനമാകാം, അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ട് കിട്ടാതിരുന്ന ലോണാകാം. ഏതായാലും നാളെ ആ തടസ്സം മാറാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരു ദിവസം ചിലവഴിക്കാനായിട്ടും നിങ്ങൾക്ക് നാളെ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മഹാഭാഗ്യം വരുന്ന, അതായത് നാളത്തെ ദിവസം ഭാഗ്യം വരുന്ന രാശിക്കാരെക്കുറിച്ചും അല്പം ഒന്ന് ഗുണദോഷ സമ്മിശ്രമായ ഫലത്തിലൂടെ കടന്നു പോകേണ്ടവരെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യമാണ്, ഗുണമാണ് എന്ന് കരുതി കയ്യും കെട്ടി കർമ്മം ചെയ്യാതിരുന്നാൽ അവിടെ ഭാഗ്യം വരികയില്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ രാശിക്കാർക്കും കൂടുതൽ ഉയർച്ചയ്ക്കായിട്ട് എന്ത് നാളെ ചെയ്യാൻ സാധിക്കുക എന്നതുകൂടി നോക്കുകയാണെങ്കിൽ നാളെ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഉത്തമമാണ്. ദേവി ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെയധികം ഉത്തമമാണ്. കാരണം വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. അനിഴം ശനിയുടെ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ രാവിലെ വീടിൻ്റെ അടുത്ത്, അതേപോലെ ശാസ്താക്ഷേത്രം ഉണ്ടെങ്കിൽ, അതായത് അയ്യപ്പസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ഒരു ചെറിയ കുപ്പി എണ്ണ അവിടെ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ദോഷങ്ങളൊക്കെ അകറ്റാനും മാനസികമായൊരു സന്തോഷം പൂർണ്ണ അളവിൽ നമ്മളിലേക്ക് എത്താനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു ജാതക സംബന്ധമായ ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറുപടി ലഭിക്കുന്നതിനായിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കൃത്യമായ വിവരങ്ങൾ ഞങ്ങളുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ പൂർണ്ണമായും അത് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ രാശിക്കാർക്കും നാളത്തെ ദിവസം ഐശ്വര്യപൂർണ്ണവും സൗഭാഗ്യകരവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റൊരു അധ്യായവുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്താം. അതുവരെയും നന്ദി, നമസ്കാരം.